സ്കൂൾ പാഠപുസ്തകങ്ങളുടെ രാഷ്ട്രീയം ഇങ്ങനെ കടന്നു വരുന്നത് നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ടല്ലോ. അതിലേറ്റവും ഗംഭീരമായിട്ട് അല്ലെങ്കിൽ ഗംഭീരം എന്നല്ല, അതിൻ്റെ നെഗറ്റീവ് അർത്ഥത്തിൽ കണ്ടോളണം, വിത്തിൻ കോട്ട്സ് ഗംഭീരമായിട്ട് നടപ്പാക്കുന്ന ആളുകൾ BJP സർക്കാരുകളാണ്. അവർ വന്നിടത്തെല്ലാം അതിവിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് പാഠപുസ്തകങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഒരു 350-380 കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ച അത് മുഗൾ രാജവംശമാണ്. മുഗൾ രാജവംശം സ്വാഭാവികമായിട്ട് 380 കൊല്ലം ഭരിച്ച ഒരു രാജവംശം ആ കാലത്ത് ഭരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണദോഷങ്ങളെല്ലാം ഇന്ത്യയിലുണ്ടാവും. അതിൻ്റെ ഗുണവശങ്ങൾ നിരവധിയായിട്ടുണ്ട്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചാണ്, നമ്മൾ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഗുണവശങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന് കട്ടുമുടിക്കുകയായിരുന്നെങ്കിൽ മുഗളന്മാർ നന്നായിട്ട് ഭരിച്ചതിന് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷേ കാണാനുണ്ട്, നമ്മുടെ കണ്ണിൽ കാണാനുണ്ട്. അതാണ്, കണ്ണിൽ കാണാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പോലും ഉണ്ട്. അതിനെ പാഠപുസ്തകങ്ങൾ മാറ്റാൻ മാത്രമല്ല, മുഗളന്മാർ ആകെപ്പാടെ കുഴപ്പക്കാരായിരുന്നു എന്ന് സ്ഥാപിക്കാൻ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന പാഠഭാഗങ്ങൾ നീക്കം ചെയ്യുക മാത്രമല്ല, ഇങ്ങനെ നഗ്നമായിട്ട് കൂട്ടിച്ചേർക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ വിചിത്രമായ കാര്യങ്ങൾ, കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ BJP സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു പാഠഭാഗം നീക്കം ചെയ്തു. എന്താണെന്നറിയോ? 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ സവർക്കറെ പറ്റിയിട്ടൊരു പാഠഭാഗമുണ്ട്. സവർക്കർ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ജയിലിൽ ഒരു ചെറിയ ഹോൾ പോലും ഇല്ലാത്ത അങ്ങേയറ്റം ഏകാന്തമായിട്ടുള്ള തടവാണ്. പക്ഷേ എന്നും സവർക്കർ ഒരു ബുൾബുൾ പക്ഷിയുടെ പുറത്ത് കയറിയിട്ട് സ്വന്തം നാട്ടിലേക്ക് പറന്നു പോകും. എന്നിട്ട് രാത്രി പോയിട്ട് രാവിലെ തിരിച്ചു വരും. ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഒരു പാഠഭാഗത്തിൽ. അതായത് ഒരു ചരിത്ര പാഠഭാഗത്തിൽ ഈ സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, ഇത് 8ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ വന്നപ്പോൾ ആദ്യം തന്നെ അത് ചുരണ്ടിയിട്ടെടുത്ത് കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ എടുത്തിട്ട് ചവറ്റുകൊട്ടയിലിട്ടു. അപ്പോൾ അതിന് വലിയ വിവാദമായപ്പോൾ, പുറത്തേക്കൊക്കെ വലിയ ചർച്ചയായപ്പോൾ അവർ പറഞ്ഞൊരു ന്യായീകരണം, അത് കുറച്ച് സിംബോളിക്കായിട്ട് കവിതാത്മകമായിട്ട് ചരിത്രം പഠിപ്പിക്കുക, എന്നിട്ട് അതിനകത്തേക്ക് ഇമാതിരിയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന വിചിത്രമായ സംഗതികളാണ്.